അമ്മച്ചി അവന്റെ മേലിൽ എണ്ണ തേച്ചെടുക്കുന്നത് ഇഷ്ടമില്ലാന്ന് അറിയില്ലേ, അതുകൊണ്ടാണ് അവൻ കരയുന്നത്. ഇടി മരുമകളെ, ഞാൻ അതിന് അവന്റെ മേലെ എണ്ണയൊന്നും തേച്ചിട്ടേ ഇല്ലടി. ദാ ആ കുഞ്ഞിപ്പെണ്ണില്ലേ, അവളുടെ മേലെ മാത്രമേ എണ്ണ തേച്ചിട്ടുള്ളൂ. ഈ ചെക്കന് എണ്ണ തേക്കാൻ ഈ ബനിയൻ അങ്ങ് അഴിക്കണ്ടേ, അത് അഴിക്കുമ്പോഴേക്കും തന്നെ അവൻ കരച്ചിൽ തുടങ്ങിയെന്ന്. അത് അവന് നിങ്ങൾ ബനിയൻ അഴിച്ചാലേ എണ്ണ തേച്ച് കൊടുക്കുന്ന അറിയാലോ, അതുകൊണ്ടാണ് അവൻ കരയുന്നത്. അത് ശരി, എന്നാ പിന്നെ കുട്ടികളൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കണ്ടയോ? കണ്ടോ, എണ്ണ തേക്കണമെന്ന് പറയുമ്പോഴേക്കും തന്നെ കരയാൻ നിൽക്കുന്നേ. അത് ശരി, വേണ്ട അമ്മച്ചി, അവന് വെറുതെ കുളിപ്പിച്ചാ മതി. ഇവിടെ അമ്മക്കുട്ടിക്ക് മാത്രം എണ്ണ തേച്ച് കുളിപ്പിക്കേ. അയ്യോ എടി മരുമകളെ, കുട്ടികൾക്ക് നല്ല എണ്ണ തേച്ച് കയ്യും കാലൊക്കെ ഒഴിഞ്ഞ് കുളിപ്പിച്ചില്ലെങ്കിലേ എലുമ്പൊന്നും ബലം വെക്കില്ല. പിന്നെ നീ വേണമെങ്കിൽ നോക്കിക്കോ, നല്ല എണ്ണ തേച്ച് കുളിപ്പിച്ച ആ കുഞ്ഞു പെണ്ണൊക്കെ നല്ല എല്ല് ബലം വെച്ച് നല്ലപോലെ വളരും. എന്നിട്ട് ഈ കരിമാണ്ടിയില്ലേ ഇങ്ങനെ നോഞ്ഞാ കുട്ടിയായിട്ട് വളരും, നോക്കിക്കോ. അയ്യോ അമ്മച്ചി, അങ്ങനെയൊന്നും പറയല്ല അമ്മച്ചി. പിന്നെന്താ പറയലെന്ന് പറഞ്ഞ, അപ്പൊ എണ്ണ തേച്ച് കുളിപ്പിക്കാനും സമ്മതിക്കുന്നില്ല, അപ്പൊ എങ്ങനെ കുട്ടി നല്ലപോലെ വളരും? അതിന് അവൻ എണ്ണ തേക്കാൻ സമ്മതിക്കണ്ടേ, അവന് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ അവൻ കരയുന്നത്. ഓ, എന്താ ഈ കരിമാണ്ടിക്ക് ഇഷ്ടം? കുട്ടികളുടെ ഇഷ്ടം നോക്കിയിട്ടാണോ നമ്മ കുട്ടികളെ വളർത്തുന്നത്? കുട്ടികൾക്ക് ഏതാണ് നല്ലതെന്നുള്ളത് നമ്മ തന്നെ നോക്കി ചെയ്യണം. അതിനിപ്പോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരുടെ നല്ലതിന് നമ്മൾ ചെയ്തു കൊടുത്തന്നെ ആവണ്ടേ. അതൊക്കെ അവൻ കാര്യം, പക്ഷെ എണ്ണയൊക്കെ തേച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ച് അങ്ങ് കുളിപ്പിച്ച് കഴിഞ്ഞാലേ അപ്പം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. നീ ഇവിടെ ഇരുന്നേ അവൻ കാര്യങ്ങൾ നോക്കിട്ടേ ഇരുന്ന നീ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കും. നീ അകത്ത് ചെന്ന് പണി നോക്ക്, ഞാൻ രണ്ടുപേരും എണ്ണ തേച്ചിട്ട് ഞാൻ കുളിപ്പിച്ചോളാം. ഇല്ല വേണ്ട, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കുളിപ്പിക്കും, ഞാൻ ഇരിക്കാം. ആ എന്നാ പിന്നെ ഞാൻ അവന് നല്ല എണ്ണ തേച്ച് കൈയും കാലൊക്കെ ഒഴിഞ്ഞു കൊടുത്തന്നെ കുളിപ്പിക്കും. ആ കരഞ്ഞാലും കുഴപ്പമില്ല. ആ ശരി, കുഴപ്പമില്ല, നിങ്ങൾ എണ്ണ തേച്ച് കുളിപ്പിക്കേ. ആ ശരി. എടാ കരിമാണ്ടി, ഇവിടെ നോക്ക്, എണ്ണ തേച്ച് കുളിപ്പിച്ചാൽ തന്നെ നല്ല കൈയും കാലും ബലം വെച്ച് എണീറ്റ് ഓടിച്ചാടി കളിക്കാൻ പറ്റും. ആദ്യം വയറ്റിലൊക്കെ നന്നായി എണ്ണ തേക്കട്ടെ, എന്നിട്ട് ഈ പനിയനങ്ങ് അഴിച്ചിട്ട് കൈയും കാലൊക്കെ നന്നായി എണ്ണ തേച്ച് കഴിഞ്ഞാ പിന്നെ കുറച്ചു നേരം വിട്ടിട്ട് പിന്നെ കുളിപ്പിക്കാം. ചേട്ടാ കരയണ്ടടാ, ഒന്ന് മിണ്ടാതിരിക്കും. നിന്നിപ്പോ എന്താ ചെയ്യുന്നേ? എണ്ണയല്ലേ തേച്ച് തരുന്നുള്ളൂ. ആ അത് കാണടാ, ആ കുഞ്ഞിപ്പെണ്ണ് എങ്ങനെ ഒരു ശല്യവും ഇല്ലാതെ മിണ്ടാതെ കിടന്നിരിക്കുന്നെന്ന്. പക്ഷെ ഈ കരിമാടി ചെക്കൻ ഉണ്ടല്ലോ, ഒരു എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോഴേക്കും തന്നെ അങ്ങനെ എന്തോ തല്ലിയ പോലെ കിടന്ന് വീലിന്ന് കത്തി കരയാൻ നിൽക്കും. എന്താ തങ്ങോ, കുറെ നേരമായിട്ടാണല്ലോ ഉണ്ണി കരയണ്, എന്താ നോക്കിക്കൂടെ? അയ്യോ കൃഷ്ണേട്ട, നോക്കാതെ ഒന്നും അല്ല, അവനെ അമ്മച്ചി എണ്ണ തേച്ച് കുളിപ്പിക്കാന്നും പറഞ്ഞ് എണ്ണ തേച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാലോ അവന് എണ്ണ തേച്ച് അതിന് ഇഷ്ടമല്ലെന്ന്, അതാ അവൻ കരയണ്. എന്താ അമ്മച്ചി, അവന് എന്താ ചെയ്യുന്നത്? അവന് ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് വിട്ടേക്ക്. എടാ കൃഷ്ണ, നീ എന്താ ഈ പറയണേ? വിട്ടേക്കെന്ന് പറയാൻ നിന്റെ മോനെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ലടാപ്പാ. കുറച്ച് എണ്ണ തേച്ച് കുളിപ്പിക്കാന്നും പറഞ്ഞ് എണ്ണ തേച്ച് കൊടുത്തതാ. എണ്ണ എടുത്ത് മേലങ്ങ് തേക്കുമ്പോഴേക്കും നിന്റെ മോനില്ലേ ഈ കരിമാണ്ടി ഇങ്ങനെ കിടന്ന് കേന്ന് പറഞ്ഞ് കത്തി നെല്ല് വിളിക്കുവാ. അയ്യോ ശരി അമ്മച്ചി, അവൻ തന്നെ കരയില്ലേ. ഇനിയിപ്പോ എണ്ണ തേച്ച് കുളിപ്പിച്ചില്ലെങ്കിൽ എന്താ അപ്പോ? വെറുതെ അങ്ങ് മേലിൽ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചാ പോരെ? അയ്യോ കൃഷ്ണേട്ട, ഞാനും അതാ അമ്മച്ചിനെ കൊണ്ട് പറഞ്ഞത്, അവൻ കരയുന്നില്ല എന്നാ പിന്നെ വെറുതെ കുളിപ്പിച്ചാ പോരേന്ന്. പക്ഷെ അമ്മച്ചിയാണ് എണ്ണ തേച്ച് തന്നെ കുളിപ്പിക്കണം എന്നും പറഞ്ഞ് വാശി പിടിക്കുക. അതെ, ഞാൻ വാശി പിടിക്കുവാണ്. ഞാൻ വാശി പിടിച്ച് ഇനിയിപ്പോ എനിക്കല്ലേ വലുത് കിട്ടാൻ പോണേ. എടാ കൃഷ്ണോ, നിന്റെ മോന് നല്ല എല്ലൊക്കെ ബലം വെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത്. അത് നോക്ക്, ആ കുഞ്ഞു പെണ്ണ നിന്റെ മകള് തന്നെയല്ലേ, അവള് എങ്ങനെ മിണ്ടാതെ എണ്ണ തേച്ച് കൊടുത്താ അങ്ങനെ കാണിച്ച് മിണ്ടാതെ കിടക്കണമെന്ന് നോക്ക്. നിന്റെ ചെക്കനുണ്ടല്ലോ, എന്റെ അമ്മ ഒരു എണ്ണ തേക്കുമ്പോഴേക്കും നാടേ കേള് വീടേ കേളെന്നും പറഞ്ഞ് എല്ലാരെയും വിളിച്ചു കൂട്ടും. വെറുതെ തോടുമ്പോഴേക്കും അവന് കരച്ചിൽ വരും. വെറുതെ കിടന്ന് ചിരിങ്ങാൻ മാത്രമേ അറിയുള്ളൂ. അമ്മാച്ചി വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ, അവൻ ചെറിയ കുട്ടി തന്നെയല്ലേ, അവൻ എന്തറിയും? അയ്യോ എന്റെ അമ്മോ, നിന്റെ മകനെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അങ്ങനെ നിന്റെ കെട്ടിയവൾക്ക് ഒരു ദേഷ്യം വരുവോടാ. പിന്നെ നിങ്ങൾ വെറുതെ അവനെ കരുമാണ്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന അവൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടും? എടാ അതിന് നീ എന്റെ പേരക്കുട്ടിയാ, ഇവൻ നിന്റെ മോനാ, അപ്പൊ ഞാൻ അവനെ എന്ത് വേണമെങ്കിലും പറയാൻ എനിക്ക് അധികാരമില്ലേ? അവനെ എന്ത്, ഞാൻ നിന്നെ കരുമാണ്ടി എന്ന് പറയും, അതിന് എനിക്ക് എല്ലാ അധികാരവും ഉണ്ട്. അവളെന്ത് പറയും എന്നെ? അയ്യോ ശരിയാ മച്ചി, നിങ്ങൾ എന്നെ കരുമാണ്ടി എന്ന് പറഞ്ഞോളി, കുഴപ്പമില്ല. പക്ഷെ അവനെ അവളുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരില്ലേ? ഓ എന്റെ അമ്മ, ഈ വീട്ടിൽ ഒന്നും മിണ്ടാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും
അയ്യോ ശരി അമ്മച്ചി, ഓരോന്നും പറഞ്ഞോണ്ടിരിക്കണ്ട. അവനെ വെറുതെ കരയിപ്പിക്കാതെ വേഗം കുളിപ്പിക്കി. ഓ ശരിയടാപ്പാ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ കുളിപ്പിച്ചോളാം. ആ ശരി തങ്ങോ, എനിക്ക് കണ്ടത്തേക്ക് പോകാൻ സമയമായി, ഞാൻ പോയിട്ട് വരാം. ആ ശരി കൃഷ്ണേട്ടാ, ഉച്ചക്കിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ. ആ നോക്കട്ടെ തങ്ങോ, കുറച്ച് പണിയുണ്ട്. എന്നാലും വരാൻ കുറച്ച് വൈകും ട്ടോ. ആ ശരി, സമയമായാലും കുഴപ്പമില്ല, വീട്ടിലേക്ക് വന്ന് കഴിച്ചാൽ മതി. അങ്ങ് കടയിലൊന്നും പുറത്ത് കഴിക്കണ്ടേട്ടാ. ആ ഇല്ല, ഞാൻ പുറത്തൊന്നും കഴിക്കില്ല. എത്ര സമയമായാലും ഞാൻ വീട്ടിൽ തന്നെ കഴിക്കാൻ വരും. കുറച്ച് സമയമാവുന്നേ ഉള്ളൂ, ഞാൻ വരാട്ടോ. ആ ശരി കൃഷ്ണേട്ടാ, നിങ്ങൾ നോക്കി പോയിട്ട് വരി. ആ ശരിയടാ, ഞാൻ വരാം. അമ്മച്ചി, ഞാൻ കണ്ടെത്തി പോയിട്ട് വരാം. ആ ശരിയടാ കൃഷ്ണ, പോയിട്ട് വാ. ആ ശരി മരുമോളെ, ഇനിയിപ്പോ ഒരുപാട് കരയണോ? എണ്ണ തേച്ചതൊക്കെ മതി. എന്നാ പിന്നെ കുറച്ചു നേരം വിട്ടിട്ട് രണ്ടുപേരും കുളിപ്പിച്ചോളാം. പിന്നെ കാലത്ത് ചായ കുടിച്ചിട്ട് എന്തോ ഒരുപാട് ഉണ്ട്. കുറച്ച് നല്ല കട്ടൻ കാപ്പി ഇട്ട് കൊണ്ടുപോവാ. കട്ടൻ കാപ്പിയോ? ഇപ്പൊ തന്നെയല്ലേ അമ്മച്ചി ചായ കുടിച്ചത്, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണ്ടേ? ഇനിയിപ്പോ കാപ്പി കുടിച്ചാൽ പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കും? ശരി മരുമോളെ, അതൊക്കെ ഞാൻ കഴിച്ചോളും. എനിക്കിപ്പോ കട്ടൻ കാപ്പി കുടിക്കണം പോലെ ഉണ്ട്. ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ കൊണ്ടുവരില്ലേ? പോയി കൊണ്ടുവാപ്പോ. ആ ശരി ശരി, കൊണ്ടുവരാം. ഓ എന്റെ അമ്മോ, ഈ തലയ്ക്ക് എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെ. കാപ്പി ചായ എന്നും പറഞ്ഞ് 24 മണിക്കൂർ എനിക്ക് കാപ്പി ചായ ഇടേണ്ട പണി തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ഇട്ട് കൊടുത്തന്നെ ആവണം. ഇനിയിപ്പോ അത് വേറെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അടുത്ത വീട് തൊട്ട വീടിനുള്ള എല്ലാവരെ കൊണ്ടും എന്റെ മരുമകൾ എനിക്കൊരു ചായ വെച്ച് തന്നില്ല, ഒരു കാപ്പി വെച്ച് തന്നില്ല എന്നും പറഞ്ഞ് എല്ലാവരെ കൊണ്ടും പറഞ്ഞുണ്ടാക്കും. അതിനേക്കാളും നല്ലത് ഒരു കാപ്പി ഇട്ട് കൊടുക്കണതാ.